എല്ലാവർക്കും സൂരജ് മുഖി എഡ്യൂടെക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വ്യാകരണത്തിൻ്റെ പുതിയ ഒരു വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത്. കുട്ടികൾ മുതൽ ഉയർന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വരെ ഒരുപോലെ പ്രയോജനപ്രദമായിരിക്കും ഈ വീഡിയോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. व्याकरण में वचन संख्या बोध के लिए प्रयुक्त होता है. शब्द के जिस रूप से उसके एक या अनेक होने का बोध होता है उसे वचन कहते हैं. വ്യാകരണത്തിൽ വചൻ എന്നാൽ സംഖ്യാ ബോധം ഉളവാക്കുന്നതാണ്. ശബ്ദത്തിൻ്റെ ഏത് രൂപത്തിലാണോ അത് ഒന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ട് എന്ന ബോധം നമ്മൾ ഉളവാക്കുന്നത് അതിനെയാണ് വചൻ എന്ന് പറയുന്നത്. ഹിന്ദി ഭാഷാമേ ദോ വചൻ ഹി, ഏകവചൻ ഓർ ബഹുവചൻ. ഹിന്ദിയിൽ രണ്ട് വചനമേ ഉള്ളൂ, ഒന്ന് ഏകവചൻ, രണ്ടാമത്തത് ബഹുവചൻ. ഏകവചൻ शब्द के जिस रूप से एक वस्तु या एक व्यक्ति का बोध हो उसे ഏകവചൻ कहते हैं. ശബ്ദത്തിൻ്റെ ഏത് രൂപത്തിലാണോ അത് ഒരു വസ്തുവേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു വ്യക്തിയേ ഉള്ളൂ എന്ന് നമ്മളിൽ ആ ഒരു ബോധം ഉളവാക്കുന്നത് അതിനാണ് ഏകവചനം എന്ന് പറയുന്നത്. ഒറ്റ ഒരു ആളോ വസ്തുവോ ഉണ്ടായിരിക്കുകയുള്ളൂ. ജൈസെ ഘോഡ, കന്യ, നദി, നാരി, പുസ്തക് ആദി. ബഹുവചൻ शब्द के जिस रूप से एक से अधिक व्यक्तियों या वस्तुओं का बोध हो उसे ബഹുവചൻ कहते हैं. ശബ്ദത്തിൻ്റെ ഏത് രൂപത്തിലാണോ അത് ഒന്നിൽ കൂടുതൽ വ്യക്തികളോ വസ്തുക്കളോ ഉണ്ട് എന്ന ബോധമുളവാക്കുന്നത് അത് ബഹുവചനമാണ്. ബഹുവചനത്തിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ വസ്തുക്കളോ ഉണ്ടായിരിക്കും. ജൈസെ ഘോഡെ, കന്യായെ, നദിയ, നാരിയ ആദി. वचन संबंधी नियम. सम्मान प्रकट करने के लिए एक वचन को बहुवचन में रखा जाता है. इसे आदरार्थक बहुवचन कहते हैं. ബഹുമാനം പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. മുതിർന്നവരെ, ആദരണീയരായ വ്യക്തികളെ ഒക്കെ എപ്പോഴും ബഹുവചനത്തിലാണ് സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ജൈസെ പിതാജി ആ ഗയേ ഹേ, ഗാന്ധിജി ചുവാചൂത് കെ വിരോധി थे, ശ്രീ രാമചന്ദ്ര വീർ थे, ഗുരുജി ആജ് നഹി ആയേ ഹേ, मौलवी जी आज भाषण देंगे. हस्ताक्षर प्राण, दर्शन, होश, बाल, आंसू, ओंठ, दाम आदि बहुवचन में ही प्रयुक्त होते हैं. हस्ताक्षर प्राण, दर्शन, होश, ബാൽ, ആസു, ഓണ്ട്, ദാം ഈ വാക്കുകൾ എപ്പോഴും ബഹുവചനത്തിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ജैसे आपके हस्ताक्षर बड़े सुंदर हैं, बड़ी मुश्किल से प्राण बचे, आपके दर्शन तो दुर्लभ हैं, समाचार सुनकर उसके होश उड़ गए. कुछ एकवचन शब्द गण, लोग, जन, समूह, वृंद आदि शब्दों के साथ जुड़कर बहुवचन में प्रयुक्त होते हैं. ചില ഏകവചനത്തിലുള്ള ശബ്ദങ്ങൾ, അതായത് ഛാത്ര, മസ്ദൂർ, കൃഷകൻ, നര, അധ്യാപക് ഇവ ഗണ, ലോക, ജന, സമൂഹ, വൃന്ദ ഈ വാക്കുകളോടുകൂടി ചേരുമ്പോൾ ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നു. ജൈസെ ഛാത്രഗൺ പരീക്ഷാ की तैयारी में व्यस्त है, मजदूर लोग कार्यरत हैं, कृषक जन फसलें काट रहे हैं, वहाँ नर समूह दिखाई दे रहे थे, अध्यापक वृंद आजकल परीक्षाएं ले रहे हैं. जाति, सेना, दल आदि शब्दों के साथ प्रयुक्त होने वाले एकवचन शब्द ഏകവചൻ ഹി രഹത്തെ ഹെ. ജാതി, സേന, ദൽ ഇതൊക്കെ നമുക്കൊരു ബഹുവചനം ആണെന്നുള്ളൊരു തോന്നലുളവാക്കുന്ന ശബ്ദങ്ങളാണ്. ഈ വചനങ്ങൾ ഏതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാലും ആ വാക്കുകൾ ഏകവചനത്തിൽ തന്നെ ആവുകയുള്ളൂ. ജൈസെ സ്ത്രീ, സേവാദൽ, ഛാത്ര ആദി ശബ്ദം. അതിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. स्त्री जाति आजकल प्रगति के पद पर अग्रसर है, सेवादल पानी पिला रहा है, छात्र सेना श्रमदान में व्यस्त है. व्यक्तिवाचक और भाववाचक दोनों संज्ञाएं
ഏകവചൻ में ही प्रयुक्त होते हैं. വ്യക്തിവാചക ഭാവവാചക നാമപദങ്ങൾ എപ്പോഴും ഏകവചനത്തിലേ ഉപയോഗിക്കാറുള്ളൂ. जैसे बेटा क्रिकेट खेल रहा है, मुनि सृजना पढ़ रही है, सत्य जीतता है, झूठ हारता है. जातिवाचक संज्ञाएं दोनों वचनों में प्रयुक्त होती हैं, किंतु धातु बोधक जातिवाचक संज्ञाएं सदा एक वचन में ही प्रयुक्त होती हैं. ജാതിവാചക് നാമപദങ്ങൾ എപ്പോഴും ഏകവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ധാതുബോധക് ലോഹപദാർത്ഥങ്ങളുടെ ധാതുബോധക് ജാതിവാചക് നാമപദങ്ങൾ എപ്പോഴും ഏകവചനത്തിലേ ഉപയോഗിക്കാറുള്ളൂ. ജൈസെ സോന മഹംഗാ ഹെ, ചാന്ദി സസ്തി ഹെ, പീത്തൽ ലോഹേ സെ അധിക ഉപയോഗി. अकारांत इकारांत ईकारांत उकारांत ऊकारांत एकारांत ओकारांत तथा ओकारांत पुल्लिंग शब्दों के साथ जब परसर्ग नहीं लगता तब उनके रूप एकवचन और बहुवचन में एक से रहे. आ ई उ ए ओ तथा ओ ഈ പുല്ലിംഗ ശബ്ദങ്ങളോടുകൂടി വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല എങ്കിൽ ആ ഏകവചനവും ബഹുവചനവും ഒരേപോലെ ആയിരിക്കും. വലിയ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നില്ല. जैसे एकवचन बालक खेलता है, मुनि आया, विद्यार्थी पढ़ रहा है, टाकू पकड़ा गया है. बहुवचन बालक खेलते हैं, मुनि आए, विद्यार्थी पढ़ रहे हैं, टाकू पकड़े गए. और देखो चौबे आया है, जो पढ़ा है, चौबे आए हैं, जो पढ़े हैं. वचन बदलने के नियम. एक कारक चिन्ह रहित शब्द, दो कारक चिन्ह सहित शब्द. വിഭക്തി പ്രത്യയങ്ങളോട് ചേർന്നതും വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെയും. एक कारक चिन्ह रहित शब्दों के बहुवचन. കാരക ചിഹ്നങ്ങളില്ലാതെ വാക്കുകൾ ബഹുവചനമാകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. इस परिवर्तन में ए या प्रतियों के प्रयोग से एकवचन शब्द बहुवचन में बदलते हैं. ए या ചേരുമ്പോൾ ഏകവചനം ബഹുവചനമായി മാറും. ആ നാമപദങ്ങൾ ബഹുവചനമായി മാറും. पुल्लिंग संज्ञाएं. अकारांत शब्दों के आ के स्थान पर ए लगा देने से एकवचन का रूप बहुवचन बन जाता है. आकारांत शब्दങ്ങൾ ഉള്ള ആ ശബ്ദ ഏ ബഹുവചനത്തിലേക്ക് മാറുമ്പോൾ പുല്ലിംഗ ശബ്ദം ആ ए ആയി മാറുന്നു. जैसे कपड़ा कपड़े, लोटा लोटे, पंखा पंखे, चीता चीते, गधा गधे, चरका चरके, घोड़ा घोड़े, भाല भाले. ആ ए ആയി മാറുകയാണ്. स्त्रीलिंग संज्ञाएं. अकारांत तथा आकारांत शब्दों के अंतिम आ के स्थान पर ए का प्रयोग करने से बहुवचन बनाया जाता है. ആ വരുന്ന അന്തിമ പദങ്ങൾ ഏ ആയി മാറുന്നു സ്ത്രീലിംഗ ബഹുവചനത്തിൽ. अकारांत शब्द जैसे दीवार दीवारें, पुस्तक पुस्तकें, कलम कलमें, गाय गायें, नहर नहरें, आंख आंखें, सड़क सड़कें, बहन बहनें. അകാരാന്ത ശബ്ദങ്ങൾ ഏ ആയി മാറുന്നു. आकारांत शब्द जैसे कथा कथाए, लता लताए, कन्या कन्याए, गाधा गाधाए, माला मालाए, माता माताए, विद्या विद्याए, भावना भावनाए. ആകാരാന്ത ശബ്ദ ഏ ആയി മാറുന്നു സ്ത്രീലിംഗ ശബ്ദമായി മാറുകയാണ്. ആ ए. इकारांत तथा ईकारांत शब्दों के अंत में
या जोड़ने से बहुवचन रूप बन जाता है। इस अवस्था में ईकार के स्थान पर इकार फी हो जाता है। ഈ ഇതിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ നാമപദങ്ങൾ യാ എന്ന സ്ത്രീലിംഗ ബഹുവചനത്തിലേക്ക് മാറുന്നു. ഈ എന്ന ദീർഘം ഹ്രസ്വമായി ഇ ആയി മാറുകയും ചെയ്യുന്നു. जैसे लड़की लड़कियाँ, शक्ति शक्तियाँ, राशि राशियाँ, बेटी बेटियाँ, लिपि लिपियाँ, समिति समितियाँ, रोटी रोटियाँ, पंक्ति पंक्तियाँ, निधि निधियाँ, नदी नदियाँ, स्त्री स्त्रियाँ, घोड़ी घोड़ियाँ. ഈ ശബ്ദ യാ എന്ന സ്ത്രീലിംഗ ബഹുവചനമായി മാറുന്നു. उकारांत ऊकारांत एकारांत ओकारांत ओकारांत शब्दों का बहुवचन बनाने के लिए ये जोड़ दिया जाता है. ऊकार का उकार भी हो जाता है. उ ए ओ ओ ഈ നാമപദങ്ങൾ അവസാനം എത്തുന്ന വാക്കുകൾ ബഹുവചനം മാറുമ്പോൾ എ ചേർക്കുന്നു. ജൈസെ വസ്തു വസ്തുവേ, ബഹു ബഹുവേ, ധേനു ധേനുവേ, വധു വധുവേ, ഗോ ഗോയേ, ധാതു ധാതുവേ. ഊ ശബ്ദ ഉ എന്ന ഹ്രസ്വമായി മാറുകയും ചെയ്യുന്നു. या अथवा या से समाप्त होने वाले शब्दों का बहुवचन बनाने के लिए उन पर केवल अनुस्वार जोड़ दिया जाता है. या या ഇവയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളോടുകൂടി അനുസ്വാരം ചേർക്കുമ്പോൾ അത് സ്ത്രീലിംഗ ബഹുവചനമായി മാറുന്നു. ജൈസെ ഡിബിയ ഡിബിയ, ഗുഡിയ ഗുഡിയ. और देखें कुतिया कुतिया, चिड़िया चिड़िया, बुढ़िया बुढ़िया, बिटिया बिटिया. कारक चिन्ह സഹിത ശബ്ദോं के बहुवचन. വിഭക്തി ചിഹ്നങ്ങൾ ചേരുമ്പോൾ ബഹുവചനത്തിനുണ്ടാകുന്ന മാറ്റം. कारक चिन्हों के प्रयोग के समय बहुवचन के लिए ओ हो यो प्रत्यय जुड़ते हैं. വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഓ ഓ യോ എന്ന ബഹുവചനത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ओ आ तथा आ से समाप्त होने वाले शब्दों में अंतिम आ या आ के स्थान पर ओ हो जाता है. ആ ഇവയുടെ അവസാനം ഓ എന്നായി മാറുന്നു വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ. ജൈസെ ഘർ സെ ഘരോं से, घोड़े पर घोड़ों पर, राजा द्वारा राजाओं द्वारा, बंदर का बंदरों का, पिता से पिताओं से, माता का माताओं का. आ ओ ऐसे बदलता है. उकारांत या ऊकारांत शब्दों के अंत में भी ओ प्रत्यय लगता है. ऊकारांत शब्दों का दीर्घ ऊ ह्रस्व हो जाता है. ഊ ഇവയിൽ അവസാനിക്കുന്ന നാമപദങ്ങൾ ഓ എന്ന് ആയി മാറുന്നു വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ. അതുപോലെ ഊ എന്ന ശബ്ദം ഊ എന്ന ഹ്രസ്വമായി മാറുകയും ചെയ്യുന്നു. जैसे गुरु ने गुरुओं ने, बहू ने बहुओं ने, भालू का भालुओं का, टाकू पर टाकुओं पर, साधु से साधुओं से, साधु पर साधुओं पर. ओ आ और आ से अंत होने वाले शब्दों में संबोधन करते समय अंतिम स्वर बदल ओ हो जाता है. അതായത് ആ ഇവയിൽ അവസാനിക്കുന്ന നാമപദങ്ങളോ സംബോധന ചെയ്യുമ്പോൾ അത് ഓ എന്നായി മാറുന്നു. ജൈസെ ബഹൻ ബഹനോ, ലഡ്ക ലഡ്കോ, ലോഗ് ലോഗോ, കന്യ കന്യാവോ.
ആ ഓ എന്ന് മാറുന്നു സംബോധന ചെയ്യുമ്പോൾ. यो इकारांत और ईकारांत शब्दों के कारकयुक्त बहुवचन में यो लगता है. यहाँ दीर्घ ई का ह्रस्व ई हो जाता है. यो ഈ ശബ്ദ വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ യോ എന്നായി മാറുന്നു. ദീർഘ ഈ ഹ്രസ്വമായി ഈ എന്ന് മാറുകയും ചെയ്യുന്നു. ജൈസെ രാത്രി മേ രാത്രിയോ മേ, व्यक्ति का व्यक्तियों का, नदी पर नदियों पर, लड़की ने लड़कियों से. यो संबोधन में इकार ईकार अंत वाले शब्दों यो प्रत्यय लगता है. इसमें दीर्घ ई ह्रस्व ई में बदल जाती है. സംബോധന ചെയ്യുമ്പോൾ ഈ എന്ന് അവസാനിക്കുന്ന നാമപദങ്ങൾ യോ എന്ന പ്രത്യയം ചേർക്കുന്നു. ഈ എന്ന ശബ്ദം ഹ്രസ്വമായി അത് ഈ ആയി മാറുകയും ചെയ്യുന്നു. ജൈസെ മുനി മുനിയോ, ഭായി ഭായിയോ, ലഡ്കി ലഡ്കിയോ, സിപാഹി സിപാഹിയോ. ഈ സംബോധന ചെയ്യുമ്പോൾ യോ എന്നായി മാറുന്നു. ഈ ആയി ഹ്രസ്വമായി മാറുന്നു. അംഗ്രേസി ഓർ അറബി ഭാഷയ്ക്ക് ബഹുവചൻ ശബ്ദം. ഇംഗ്ലീഷ് അറബി ശബ്ദങ്ങൾ അതിൻ്റെ ബഹുവചന ശബ്ദം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജൈസെ ലേഡി ലേഡിയ, കോളേജ് കോളേജോ, ദവ ദവായെ, സ്കൂൾ സ്കൂളോ, ഹക്കീം ഹക്കീമോ, മേം മേമേ आदि. कई संबंध सूचक शब्द संस्कृत शब्द अकारांत एवं आकारांत पुल्लिंग शब्द दोनों वचनों में एक ही होते हैं. ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ, സംസ്കൃതത്തിൽ നിന്നെടുത്ത ചില ശബ്ദങ്ങൾ, അകാരാന്തത്തിലും ആകാരാന്തത്തിലും അവസാനിക്കുന്ന ചില പുല്ലിംഗ ശബ്ദങ്ങൾ ഏകവചനത്തിലും ബഹുവചനത്തിലും ഒരേപോലെ ആയിരിക്കും. ജൈസെ ചാച്ച ചാച്ച, ദാദാ ദാദാ, ഭായി ഭായി, വിദ്യാർത്ഥി വിദ്യാർത്ഥി, കവി കവി, നാന നാന, പിത പിത, പതി പതി, പക്ഷി പക്ഷി, मुनि मुनि. और फिर देखे पशु पशु, झाड़ू झाड़ू, घर घर, पाठ पाठ, साधु साधु, डाकू डाकू, बैल बैल. എല്ലാവർക്കും വചൻ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നതാണ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ധന്യവാദം.